ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Today marks the 10th day of our Lent meditation series, and His grace has been upon us throughout these days. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ, തന്നെത്താൻ താഴ്ത്തി അങ്ങയുടെ സന്നിധിയിലിരുപ്പാനും അങ്ങയുടെ വചനത്തെ കേൾപ്പാനും അങ്ങയുടെ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാനും ഞങ്ങളുടെ കാതുകളെയും ഹൃദയങ്ങളെയും അവിടുന്ന് തുറക്കണമേ. ക്രിസ്തു യേശു മൂലം പ്രാർത്ഥിക്കുന്നു, കൃപയുടെ കേൾക്കണമേ പിതാവേ. ആമേൻ. Today's meditation is chosen from the Gospel according to St. Luke, chapter 18, verses 9 to 14. Perhaps this could be considered one of the best portions to read and meditate during these Lent days. Due to our time constraint, I limit myself from reading the portion, but I encourage everyone to read and meditate with their Bibles open. പശ്ചാത്തലവും കഥയും നമുക്ക് പരിചിതമാണ്. 6 വാക്യങ്ങളിലായി കർത്താവ് വളരെ ശക്തമായ ഒരു ബോധ്യമാണ് നമ്മളിൽ ഉത്തേജിപ്പിക്കുന്നത്. There are multiple challenges that Jesus put forward in this parable, and the introduction that Luke professes here goes along with it. 9-ാം വാക്യം വായിക്കുമ്പോൾ തന്നെ ലൂക്കോസ് ആമുഖമായി പറയുന്നു, സ്വയം നീതിമാന്മാരെന്ന് തെറ്റിദ്ധരിച്ച് മറ്റുള്ളവരുടെ കുറവുകളെ എടുത്തു കാട്ടിയും അവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ചാണ് കർത്താവ് ഇനി ഉപമയിലൂടെ പറയുന്നത്. ആമുഖം തന്നെ ധാരാളമാണ്. നമ്മൾ എല്ലാവരും അത്തരം ചിലരിൽ ഉൾപ്പെടുന്നവരാണെന്ന് ബോധ്യം നമുക്ക് നൽകുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏർപ്പെട്ട അത്തരം സാഹചര്യങ്ങളെ ഒന്ന് ഓർത്തെടുക്കാനും. തുടർന്ന് കർത്താവ് പറയുന്നു, 2 men went up to the temple to pray, one a Pharisee and other a tax collector. 10-ാം വാക്യത്തിൽ ഉപമയിലെ കഥാപാത്രങ്ങളെ കർത്താവ് പരിചയപ്പെടുത്തുകയാണ്. ഇരുവരുടെയും ലക്ഷ്യമൊന്നാണ്, പ്രാർത്ഥിക്കുക. എന്നാൽ 11-ാം വാക്യത്തിൽ there is a shift of thought in the Pharisee that is clearly evident. പ്രാർത്ഥിക്കാനുള്ള ഉദ്ദേശത്തോടെ വന്ന പരീശൻ്റെ കാഴ്ച ദൈവത്തിങ്കിൽ നിന്ന് മാറി ചുങ്കക്കാരനിലേക്ക് തിരിഞ്ഞപ്പോൾ എഴുതിയിരിക്കുന്നു, പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ. പരീശൻ്റെ പ്രാർത്ഥനയുടെ ആയുസ് അവിടം കൊണ്ട് തീർന്നു. ഹൃദയത്തെ അറിയുന്ന ദൈവം അവൻ്റെ ഹൃദയത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ അവിടെ സ്നേഹവുമില്ല, ആർദ്രതയുമില്ല. ഉള്ളതോ താൻ നീതിമാനാണെന്നും ചുങ്കക്കാരൻ പാപിയാണെന്നുമുള്ള മുൻവിധി മാത്രം. പരീശൻ താൻ ഉപവാസമെടുത്തതിൻ്റെയും ദശാംശം കൊടുത്തതിൻ്റെയും കണക്ക് പുസ്തകം ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടിയപ്പോൾ ദൈവം നമുക്ക് തുറന്നു കാട്ടുന്നത് അവൻ്റെയും നമ്മുടെയും ഹൃദയങ്ങളാണ്. പ്രവൃത്തിയിലല്ല കാര്യം എന്ന് പറയാതെ കർത്താവ് ഇവിടെ പറയുന്നു. എന്നാൽ എന്താണ് സഹോദരങ്ങളെ പ്രവൃത്തിയാൽ നാം നേടുന്നത്? ചേറ്റിൽ കിടന്ന് എത്ര കൈയിട്ടടിച്ചെന്ന് പറഞ്ഞാലും ചെളിയല്ലേ നമ്മുടെ ദേഹത്ത് തെറിക്കുന്നത്. ആ ചെളിക്കുഴിയിൽ നിന്ന് നമ്മെ ദൈവം പുറത്തെടുത്തെങ്കിൽ എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, അതിനും നമ്മൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ചുങ്കക്കാരനിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ we can see a simple man who cannot even look at the heavens because he is so heartbroken, because he is so aware of his sinful nature. ആ മനുഷ്യൻ മാറത്തടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ചുങ്കക്കാരന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എത്രത്തോളം ബോധ്യമുണ്ടായിരുന്നു എന്ന് നാം ചിന്തിക്കണം. പരീശനേക്കാൾ ബോധ്യം ചുങ്കക്കാരന് ഉണ്ടായിരുന്നുവെന്ന് ഇവിടെ വ്യക്തമാണ്. നാം നമ്മുടെ ഇടവകയിലെ എല്ലാം ആയിരിക്കാം, നമ്മുടെ ഗായക സംഘത്തിലെ ഏറ്റവും നല്ല പാട്ട് പാടുന്നവരായിരിക്കാം, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നവരുമായിരിക്കാം. എന്നാൽ താൻ പാപിയാണെന്നുള്ള ബോധ്യമില്ലാത്ത അടുത്ത് നിൽക്കുന്നവനെ വെച്ച് സ്വയം താരതമ്യപ്പെടുത്തി താൻ നല്ലവനാണെന്നും ഇവനെ പോലെ അല്ല എന്നുള്ള മനോഭാവവുമായി ജീവിക്കുന്നവരാണെങ്കിൽ ഓർമ്മിപ്പിക്കട്ടെ, പരീശൻ തന്നോട് തന്നെ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥനകളും വ്യർത്ഥമായി പോകും. നാം മറ്റുള്ളവരെ ന്യായം വിധിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ സ്ഥാനം നമ്മളിലേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നാം ഓർക്കണം. കർത്താവിനെ
സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ഒരുവനും തൻ്റെ പാപത്തിൻ്റെ കാഠിന്യവും ബോധവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നാം ഇതുവരെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇതാണ് നമ്മുടെ അവസരം. സ്വീകരിച്ചവരാണ് നമ്മളെങ്കിൽ കർത്താവിനോട് നമ്മുടെ കുറവുകളെ മാപ്പാക്കുവാൻ നമുക്ക് അപേക്ഷിക്കാം. അവസാനമായി 14-ാം വാക്യത്തിൽ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി നാം കാണുന്നു. അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നു, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനോ ഉയർത്തപ്പെടും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. ഏറ്റവും മനോഹരമായി താഴ്മയുടെ ഒരു ചിത്രം നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ കാണുവാൻ സാധിക്കും. 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, കർത്താവ് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായിരുന്നു. അപ്രകാരം താഴ്മയുള്ളവരായി പാപബോധത്തിൽ കർത്താവിങ്കിലേക്ക് മാത്രം ശ്രദ്ധ വെച്ച് പ്രാർത്ഥിക്കുവാനും ജീവിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.